ഹായ് ഹലോ നമ്മുടെ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇത് ഞങ്ങളൊരു ട്രിപ്പ് പോവാണ്. ട്രിപ്പെന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. എവിടെയാണെന്ന് വെച്ചാൽ ബാംഗ്ലൂരേക്ക്. ഒരു 3-4 ദിവസം അത്രയേ ഉള്ളൂ. അപ്പം വെക്കേഷൻ, ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് എന്തായാലും അവിടെ അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ പോകുന്ന സന്തോഷത്തിൽ തക്കടും ഓട്ടോ എഴുതുന്ന ഡാൻസും പാട്ടും ഒക്കെയാണ്. എല്ലാവരും, അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഹസ്ബൻഡുണ്ട്, മക്കളുണ്ട്, ഞങ്ങളെല്ലാവരും കൂടെ പോവാണ്. പിന്നെ നമ്മുടെ വേറെ കുറച്ച് റിലേറ്റീവ്സ് ഉണ്ട്. അവർ വേറെ സ്റ്റേഷനിൽ നിന്നായിരിക്കും കയറുന്നത്. ഞങ്ങളങ്ങനെ ഹരിപ്പാട് സ്റ്റേഷനിലെത്തി. ഇപ്പോൾ ഏകദേശം ഒരു 5:30-6 മണി ഒക്കെ ആയിട്ടുണ്ട്. 6:15-നൊക്കെയാണ് ട്രെയിൻ, 6:15 കഴിയും ട്രെയിൻ വരാനായിട്ട്. എന്തായാലും അവിടെ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. തക്കടും അതൊക്കെ പോയി കണ്ടു. ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നടന്നു കേട്ടോ, ടൈം പോകണ്ടേ. ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് വന്നത്. ധൃതി പിടിച്ച് ഓടി വരുമായിരുന്നു ഞങ്ങൾ. കാരണം മക്കൾ ഒരു സ്കൂളിൽ നിന്ന് വന്നു, ഞാൻ ജോലിക്ക് പോയിട്ട് ഞങ്ങളും ഹസ്ബൻഡൊക്കെ ജോലിയും കഴിഞ്ഞ് വന്ന് ധൃതി പിടിച്ചാണ് ഞങ്ങൾ വന്നത്. പാക്കിങ്ങൊക്കെ നേരത്തെ 2 ദിവസം മുന്നേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും പോരാ, എത്ര പാക്ക് ചെയ്താലും പോരാ. അന്നേരം ഒരു ധൃതി ഉണ്ടല്ലോ, ആ ധൃതിയായിരുന്നു അവിടെ. പിന്നെ ഓട്ടോ വിളിച്ച് വേഗം ഇങ്ങോട്ടേക്ക് പോന്നു. അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ വന്നേക്കുവാണ് കേട്ടോ. ട്രെയിനിൽ സീറ്റ് നേരത്തെയൊക്കെ നമുക്ക് ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ ഫാമിലിക്കൊക്കെ ഒരുമിച്ച് തന്നെ സീറ്റ് കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ബുക്കിംഗ് ചെയ്തപ്പോഴത്തേക്ക് മോന് 12 വയസ്സുള്ള മോന് കിട്ടിയത് വേറെ ബോഗിയിലെ സീറ്റ്. എന്തോ കളിയാണോ എന്തോ. എന്തായാലും പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും അച്ഛന് വേറെ ബോഗിയിലാക്കിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ബോഗിയിലായി. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ TTR വരുമ്പോൾ പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പം അങ്ങനെ ബുക്കിംഗ് കിട്ടത്തുള്ളൂ എന്ന് പറയുന്നത്. എന്തായാലും ആയിക്കോട്ടെ. എന്തായാലും ഞങ്ങൾക്ക് യാത്രയ്ക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. എല്ലാവരും നല്ല സുഖമായിട്ട് രാത്രിയിലേക്ക് കിടന്ന് ഉറങ്ങി. രാവിലെയായി ചായ കുടിക്കുവാണേ. തക്കടൊന്നും എഴുന്നേറ്റിട്ട് പോലുമില്ല. ചെറിയ തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്നതോറും തണുപ്പ് കൂടുമെന്നറിയാം. ഇനി സ്വെറ്ററൊക്കെ എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി അവിടെ ചെല്ലുമ്പോൾ എന്താകുമോ എന്തോ അറിയില്ല. പിന്നെ എന്താ പറയുക, ട്രെയിനിൻ്റെ ഗ്ലാസ്സൊന്നും ഇതുവരെ തുറന്നിട്ട് പോലുമില്ല. അത്രയ്ക്ക് മഞ്ഞ് കണ്ടോ, നല്ല മഞ്ഞാണ്. പിന്നെ ഞങ്ങളവിടെ ചായ കുടിച്ചൊന്ന് ചൂടായിരിക്കുകയാണ്. അപ്പോൾ തക്കടും അപ്പോഴേക്ക് ഉണർന്നു. സെറ്ററൊക്കെ ഇട്ടിട്ടുണ്ട്. തൊപ്പി ഇടാമെന്ന് പറഞ്ഞപ്പോൾ അവൾ സമ്മതിക്കുന്നില്ല. ഇനി അവിടെ ചെല്ലുമ്പോൾ കാണാൻ എങ്ങനെ ആയിരിക്കും എന്ന്. നമ്മുടെ കൂടെ നമ്മുടെ വേറെ റിലേറ്റീവ് എന്ന് പറയുന്നത് വേറെ അപ്പച്ചിയും അപ്പച്ചിയുടെ കൊച്ചുമക്കളും ആയിരുന്നു ഉണ്ടായിരുന്നത്. രാവിലെ തന്നെ അതിനെക്കുട്ടൻ ബർത്തിൽ കയറിയിരുന്നതുകൊണ്ട് ലേസ് കഴിക്കുകയാണേ. ഇന്നലെ രാത്രിയിൽ ചപ്പാത്തിയൊക്കെ കഴിച്ചതാണ്. എങ്കിലും രാവിലെ വിശക്കുന്നതെന്ന് പറഞ്ഞ് എടുത്ത് കഴിക്കുക അവൻ. നമ്മുടെ സ്റ്റേഷനിലെത്തി. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. അവിടെ എത്തുമ്പോഴത്തേക്കും നമ്മുടെ ചേട്ടന്മാരെ നമ്മളെ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചേച്ചിയും ചേട്ടനൊക്കെ അവിടെ സെറ്റിൽഡാണ് കേട്ടോ. നമ്മളിപ്പോൾ 2-2.5 വർഷമായി അങ്ങോട്ടേക്ക് പോയിട്ട്. ഇപ്പോൾ നമ്മൾ ഒത്തിരി നാൾക്ക് ശേഷം പോകുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവരും. അങ്ങനത്തെ ഒരു ചേട്ടൻ വണ്ടിയും കൊണ്ടുവന്നു. അതിനകത്തേക്ക് കുറച്ച് ലഗേജും കുറച്ച് ആൾക്കാരും കൂടെ ഈ ചേട്ടൻ്റെ വണ്ടിക്കകത്ത് കയറി. പിന്നെ അടുത്ത വണ്ടിക്കാണ് ഞങ്ങളുടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണേ. അപ്പോൾ ദാണ്ടേ ചേട്ടൻ വന്നു. അത് ഞങ്ങൾ വേഗം കയറി. കാര്യം എന്ന് വെച്ചാൽ അവിടെ പാർക്കിംഗ് ഏരിയൊന്നുമില്ല. വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്. പുറകെ വരുന്ന വണ്ടികളെല്ലാം ഇങ്ങനെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വേഗം വണ്ടിക്കകത്ത് കയറി. ഞങ്ങളെല്ലാവരും സ്റ്റേ ചെയ്യുന്ന ചേച്ചിയുടെ വീട്ടിലാണ്. കാരണം എന്ന് വെച്ചാൽ ക്രിസ്മസിൻ്റെ അന്ന് അവിടെയാണ് റിലേറ്റീവ്സും ഫ്രണ്ട്സും ചേച്ചിയുടെ ഫ്രണ്ട്സും ഒക്കെ വരുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ അവിടെ ഒത്തുകൂടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ വീടെത്തിയിട്ടുണ്ട്. ഇനി അവരെല്ലാവരും കാണുന്നൊരു സന്തോഷമുള്ളതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ടാറ്റാ, ബൈ ബൈ.